ഹായ് ഫ്രണ്ട്സ്, ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെജിറ്റബിൾ മക്രോണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കുട്ടികളൊക്കെ 4 മണിക്ക് വിശക്കുന്നെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഹെൽത്തിയായ ഒരു വെജിറ്റബിൾ മക്രോണിയാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇപ്പം നമ്മൾ 2 കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള മക്രോണ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ ഒന്ന് ഇളക്കി വിട്ടോളൂ കേട്ടോ, അല്ലെങ്കിൽ അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. ഇനി ഇതൊന്ന് തിളച്ചിട്ടൊന്ന് വെന്ത് വരട്ടെ. വെന്ത് ഉടഞ്ഞു പോകണ്ട, നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നാൽ മതി. അപ്പോൾ നോക്കാം, ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് തിളച്ചിട്ട് ഇത് വെന്ത് വരാൻ 7 മിനിറ്റാണ് എടുത്തത്. ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ്. പിന്നെ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഊറ്റിയിടാം. നമ്മളിങ്ങനെ ഊറ്റിയെടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു പശ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാതിരിക്കാനാണ്. നമ്മളിങ്ങനെ നന്നായിട്ട് ഊറ്റിയ വെള്ളം വാർന്നെടുത്തു കഴിഞ്ഞാൽ തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കില്ല. അപ്പം ഞാൻ ഇതേപോലെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവാളയാണ് കേട്ടോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 2 കപ്പ് മക്രോണയാണ് എടുത്തത്. മക്രോണ ആയാലും പാസ്ത ആയാലും 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് കൂടുതൽ അളവിൽ നമ്മൾ എടുക്കുമ്പോൾ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കണം കേട്ടോ. 150 ഗ്രാം മക്രോണയാണ് ഞാൻ എടുത്തത്. നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മക്രോണ ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അപ്പോൾ അത് അത്യാവശ്യം ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ഇനി ചേർക്കുന്ന വെജിറ്റബിളിലേക്കും അതേപോലെ തന്നെ ഈ ഉള്ളിയിലേക്കുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഈ ഉള്ളിയും ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ആ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു തക്കാളി, ഒരു അത്യാവശ്യം വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ തക്കാളിയാണെങ്കിൽ 2 3 എടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതാ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ട് ഈ തക്കാളിയിലുള്ള വെള്ളം അതിൻ്റെ ആ നീരൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ തക്കാളിയുടെ നീരൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടിച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടികൾ മാത്രമേ നമ്മൾ ഈ ഒരു മക്രോണ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളുടെ പച്ചക്കുത്ത് പോകുവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ടൊമാറ്റോ അരച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിന് പകരം ടൊമാറ്റോ സോസും ചില്ലി സോസൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി ടേസ്റ്റും കുറച്ചുകൂടി എളുപ്പവും അത് തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ കയ്യിലൊന്നും അതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ തക്കാളി പേസ്റ്റും തക്കാളി അരച്ചതും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട്
കാണിച്ചു തന്നത്. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമ്മളെ വീട്ടിലെപ്പോഴും തക്കാളിയും ഇതുപോലെ മുളക് പൊടിയൊക്കെ തന്നെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. അതാ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിളാണ്. ഇത് ഞാൻ ക്യാരറ്റാണ്, ഒരു വലിയ ക്യാരറ്റ് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തിട്ടുള്ളത് ഗ്രീൻ ബീൻസാണ്. ഇത് ഫ്രഷ് ഗ്രീൻ ബീൻസാണ്. ഇത് മറ്റേ ഉണങ്ങിയതല്ല, ഫ്രഷ് ആയിട്ടുള്ളതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാനൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർക്കാം. അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഗ്രീൻ ബീൻസിനൊന്നും തീരെ വേവില്ല, ആവി കൊണ്ടാൽ തന്നെ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വയ്ക്കുമ്പോൾ നമ്മുടെ ഈ വെജിറ്റബിളിൽ നിന്നൊക്കെയുള്ള വെള്ളം ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് കുക്കായി വരും. അപ്പം നമ്മൾ 5 മിനിറ്റ് ഇതാ ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ അപ്പം ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തീരെ വെള്ളം ഒഴിക്കാത്തതല്ലേ, അടി പിടിക്കാതിരിക്കാൻ ഇടക്കിടക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ നന്നായിട്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണ ചേർത്ത് കൊടുക്കും. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇതാ നമുക്ക് ഒരു പിടിയോളം വരുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ചേർക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. കുട്ടികൾക്ക് 4 മണിക്ക് വിശക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ചായക്കൊപ്പമൊക്കെ കഴിക്കാം. അപ്പോൾ ഏത് സമയത്തും നമുക്ക് വിശക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെജിറ്റബിൾ മക്രോണിയാണിത്. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ മുളക് പൊടിയൊക്കെ കുറച്ച് മതി, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് മതിയെങ്കിൽ വളരെ കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. അല്ലെങ്കിൽ പച്ചമുളക് അവോയ്ഡ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്താലും മതി. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ മക്രോണ ഇവിടെ, വെജിറ്റബിൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വിസ്മി കിച്ചൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.